ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗൗതത്തിനോട് മറ്റുള്ള പോലീസുകാർ വന്ന് പറയുകയാണ്, ഏതായാലും ആദിത്യൻ തീർന്നുവെന്ന്. അപ്പോൾ ആദിത്യൻ തീർന്നുവെന്ന് ഈ അഭിരാമി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകെ ചങ്ക് തകർന്നു പോയൊരവസ്ഥ. എന്താ സാർ എന്തൊന്നും മിണ്ടാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വെരി ഗുഡ് വെരി ഗുഡ് എന്നൊക്കെ പറഞ്ഞു, വെരി ഗുഡ് നിങ്ങളുടെ പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ സാർ, പക്ഷേ വേറൊരു കാര്യമുണ്ട് സാർ. അഖില എന്ന് പറഞ്ഞ ആ ടെററിസ്റ്റ് ഇല്ലേ, അവർ കടന്നു കളഞ്ഞു, അവരെ കിട്ടിയില്ല സാർ എന്നിങ്ങനെയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗൗതത്തിന് പിന്നീടൊന്നും പറയാനായിട്ട് പറ്റിയില്ല. കാരണം ഈ അഖില എന്ന് പറഞ്ഞ അഭിരാമി അവിടെ തന്നെ ഒളിച്ച് നിൽക്കുന്നുണ്ടല്ലോ, ഇവിടെ കാണിച്ചു കൊടുക്കാനും പറ്റില്ല. ഗൗതത്തിൻ്റെ പഴയ കളിക്കൂട്ടുകാരിയാണല്ലോ, അപ്പം അതുകൊണ്ട് ഒന്നും മിണ്ടാൻ നിൽക്കുകയാണ്. അവർ പോയി കഴിഞ്ഞപ്പോഴേക്കും നേരെ ഗൗതം ഈ അഖിലയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അഭിരാമി കേട്ടല്ലോ, നീ കേട്ടു, എല്ലാം അവസാനിച്ചല്ലേ? എൻ്റെ ആദിത്യനെ എല്ലാവരും കൂടി അവസാനിപ്പിച്ചല്ലേ? അതിപ്പോൾ ഞങ്ങൾക്ക് ചെയ്തല്ലേ മതിയാവുള്ളൂ, അല്ലാതെ ഇപ്പം എനിക്കൊന്നും പറയാനായിട്ട് പറ്റില്ലല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനമായില്ലേ? ഗൗതം, നീ എന്താ പറഞ്ഞത്? നിന്റെ ജീവൻ പണയം വെച്ചിട്ടും അവൻ്റെ ജീവൻ രക്ഷിക്കുന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് എന്തായിപ്പോൾ? ഒന്നും നടന്നില്ലല്ലോ. എനിക്കെൻ്റെ ആദിയെ നഷ്ടപ്പെട്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ അഭിരാമി തല കറങ്ങി നേരെ ഗൗതത്തിൻ്റെ മേത്തേക്ക് വീഴുകയാണ്. ഗൗതം നേരെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ്. പക്ഷേ ഇതെല്ലാം ഓർത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ വെച്ച് ICUലാവുകയാണ് നമ്മുടെ ഈ അഭിരാമി ICUലായി കഴിഞ്ഞപ്പോഴേക്കും ഗൗതത്തിനോട് വന്ന അവിടുത്തെ നേഴ്സുമാർ കുറേ കാര്യങ്ങളെല്ലാം ചോദിക്കുകയാണ്. ഈ അഭിരാമിയില്ലേ, ഈ അഭിരാമി പേഷ്യൻറ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വേണം, പിന്നെ ഐഡൻറ്റി കാർഡും ഒക്കെ വേണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗൗതമാകെ ഞെട്ടിപ്പോയത്, ഇനി ഐഡൻറ്റി കാർഡ് എവിടെ നിന്ന് ഒപ്പിച്ച് കൊടുക്കും? ഇനിയിപ്പോൾ എന്ത് പറയും? അഖിലാണെന്ന് ഒരിക്കലും അറിയാനായിട്ട് പാടില്ല, ആരും അറിയാനായിട്ട് പാടില്ല. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ പോലീസ് പിടിച്ചുകൊണ്ട് പോകും. പിന്നെ വയറ്റിലൊരു കുഞ്ഞുള്ളതല്ലേ, ആ കുഞ്ഞിനെ ഓർത്തെങ്കിലും മിണ്ടാതിരിക്കണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഗൗതം ഒന്നും മിണ്ടാതിരിക്കണം. അപ്പോൾ ഗൗതത്തിനോട് വീണ്ടും നേഴ്സ് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ സിസ്റ്ററെ, ഞങ്ങൾ വരുന്ന വഴിക്ക് അഭിരാമിയുടെ ബാഗും അതിലുള്ള കുറേ ഡീറ്റെയിൽസും ഒക്കെ നഷ്ടപ്പെട്ടു. അതിൽ ഒരുപാട് വേണ്ട സർട്ടിഫിക്കറ്റുകളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറയണം. അയ്യോ, അതെങ്ങനെയാണ് സാറേ ശരിയാവുന്നത്? ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഇത് ഉറപ്പായിട്ടും വേണ്ട കാര്യങ്ങളാണല്ലോ. അങ്ങനെ ഇങ്ങനെ കുറേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഡോക്ടർ അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. അപ്പോൾ ഡോക്ടർ ഗൗതത്തിനോട് ചോദിക്കുകയാണ്, നിങ്ങളാണോ അഭിരാമിയുടെ കൂടെ വന്ന ആള് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ, ഞാൻ തന്നെയാണ് കൂടെ വന്ന ആള്. എങ്കിലേ ഭാര്യക്ക് കുറച്ച് സീരിയസ് ആണ്. അപ്പോൾ ഭാര്യ എന്ന് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഭാര്യ അല്ല എന്ന് പറയാനായിട്ട് തുടങ്ങിയാണ്. പക്ഷേ ഡോക്ടർ അതിനൊന്നും സമ്മതിക്കുന്നില്ല. പിന്നെ കുറച്ച് ബ്ലീഡിങ് ആയിട്ടുണ്ട്, അതേപോലെ തന്നെ പ്രഷർ ലെവൽ കുറേ കൂടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എത്രയും പെട്ടെന്ന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യണം, അല്ലെങ്കിൽ വളരെയേറെ ക്രിറ്റിക്കലാവും എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ്. പിന്നെ ഭാര്യയുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണം കേട്ടോ സാർ. പിന്നെ അത് വേണ്ട, നിങ്ങളൊന്നും പറയണ്ട, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഏറ്റു, നിങ്ങളുടെ ഭാര്യയ്ക്ക് ഒരു ആപത്തും വരാതെ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ നേരെ ICUലേക്ക് കയറി പോവുകയാണ്. ഗൗതമിന് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. ഇനിയിപ്പോൾ ദൈവമേ, എല്ലാവരും ഭാര്യയായിട്ട് വെച്ചിരിക്കുകയാണല്ലോ. ഇങ്ങനെ ഗൗതം ഓരോ കാര്യങ്ങളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു കോൾ വരികയാണ്. അത് ഓഫീസിൽ നിന്നാണ് കോൾ വന്നത്. നിങ്ങൾ വേണ്ടതുപോലെ ചെയ്യും, ഞാൻ പറഞ്ഞല്ലോ അങ്ങനെയാണെന്ന്. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സിസ്റ്റർ വരികയാണ്. സിസ്റ്റർ വന്നിട്ട് അതെ, അപ്പോൾ ഫോണിൽ തന്നെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൗതം. അപ്പോൾ അതെ സാറിൻ്റെ ഈ പേഷ്യൻറ്റിൻ്റെ പേര് അഭിരാമി എന്നല്ലേ? അതെ, അഭിരാമി തന്നെയാണ്. സാറിൻ്റെ പേരെന്താണ്? ഗൗതം എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇല്ലടോ, ഞാൻ ഇവിടെ പറഞ്ഞാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ പേരെഴുതി കൂട്ടി ചേർക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഗൗതം ഫോണെല്ലാം വിളിച്ച് അവിടെ വയ്ക്കുകയാണ്. ഫോണെല്ലാം വിളിച്ച് കഴിഞ്ഞപ്പോഴേക്കും സാറിന് ഏതായാലും ഇവിടെ സ്റ്റേ ചെയ്യണ്ടേ, അല്ലെങ്കിൽ പേഷ്യൻറ്റിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ സാറിനെ പെട്ടെന്ന് വിളിച്ചാൽ കിട്ടണമല്ലോ, അതുകൊണ്ട് ഇവിടെ സ്റ്റേ ചെയ്യണ്ടേ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും സ്റ്റേ ചെയ്യണം. റൂം ഇവിടെ തന്നെ അവൈലബിൾ ആണ് സാറേ. എങ്കിൽ പിന്നെ റൂം ഞാൻ നോക്കിക്കോളാം. അല്ല, എന്ത് പറയണം? അതെ, അഭിരാമി ഗൗതം എന്ന് പറഞ്ഞാൽ മതി. എന്താ സിസ്റ്ററെ? അതെ, അഭിരാമി ഗൗതം എന്ന് പറഞ്ഞാൽ മതി, ഭാര്യയുടെ പേര് പറഞ്ഞാൽ മതിയെന്ന് സിസ്റ്ററെ. അത് പിന്നെ എന്താ എന്തെങ്കിലും പറ്റിയോ? എന്തെങ്കിലും സംശയമുണ്ടോ എന്ന് ചോദിച്ചു ഒന്നുമില്ല സിസ്റ്ററെ, ശരി, ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞോളാം എന്ന് ഗൗതം പറയുകയാണ്. അങ്ങനെ സിസ്റ്റർ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും ഗൗതം മനസ്സിൽ ചിന്തിക്കുകയാണ്, ഏതായാലും അഭിരാമി ഗൗതം തന്നെ ഇരുന്നോട്ടെ, അഖിലയാണെന്ന് ആരും തിരിച്ചറിയാനായിട്ട് പാടില്ല. അങ്ങനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അഭിരാമിക്ക് തന്നെയാണ് ദോഷം. അഭിരാമി തന്നെ ഇരുന്നോട്ടെ, ഈ ഹോസ്പിറ്റലിൽ വിടുന്നത് വരെ അങ്ങനെ തന്നെ വേണം കഴിയാനായിട്ട്. അങ്ങനെ
നമ്മുടെ ഗൗതം നേരെ റൂമിലേക്കൊക്കെ ചെല്ലുകയാണ്. റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴും കണ്ണാടി നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും തന്നോടുള്ള ഒരു പുച്ഛമാണ് ഗൗതത്തിന്. കാരണം ഒരു തീവ്രവാദിയാണ് രക്ഷിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. അത് കൂട്ടുകാരിയാണെങ്കിലും അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും നീ അങ്ങനെ ചെയ്യാവോ? ഉപബോധ മനസ്സ് ഈ ഗൗതത്തിനോട് സംസാരിക്കുന്നത് പോലെയാണ് ഗൗതത്തിന് തോന്നിയത്. അപ്പോൾ ഇത് കേട്ട ഗൗതം ആണെങ്കിൽ ഇല്ല, ഞാൻ ചെയ്തത് ശരിയാണ്. കാരണം അവൾ തീവ്രവാദി എന്നല്ല, അവൾ പഴയ അഭിരാമിയാണ്. അവളെ രക്ഷിച്ചതിൽ ഇപ്പം എന്താണ് തെറ്റ്? അവളിപ്പോൾ അഭിരാമിയല്ല, അഖിലയാണ്, ക്യാപ്റ്റൻ അഖില, തീവ്രവാദികളുടെ കൂട്ടത്തിൽപ്പെട്ടത്. പക്ഷേ ആ കുഞ്ഞെന്ത് പിഴച്ചു? ആ കുഞ്ഞ് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിനെ ഓർത്ത് മാത്രമാണ് ഞാൻ അവളെ രക്ഷിച്ചു കൊണ്ടുവന്നത്. പക്ഷേ നീ ഒരു കാര്യം ആലോചിക്കണം ഗൗതം, ആ കുഞ്ഞ് ജനിച്ച് വളർന്നു വന്ന് ഈ തീവ്രവാദി സംഘത്തിൽ പെട്ടുകഴിഞ്ഞാൽ നീ എന്ത് ചെയ്യും? ഇല്ല, ഒരിക്കലുമില്ല, ഒരിക്കലും അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. ആ കുഞ്ഞ് തീവ്രവാദി ഘട്ടത്തിലേക്ക് പോകില്ല. അതെനിക്ക് ഉറപ്പുള്ള കാര്യം തന്നെയാണ് ഗൗതം. നീ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് തന്നെ ചെയ്യണം. കാരണം നീ വളരെ പവർഫുൾ മാനല്ലേ. ജോലിയെ വിട്ട് നീ ഒരു പ്രവൃത്തിയും ചെയ്യാറില്ലല്ലോ. നിന്റെ കുടുംബത്തെ മറന്നുപോലുമല്ലേ നീ ജോലി ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഇങ്ങനൊരു സംരക്ഷണം നിനക്ക് എങ്ങനെ സാധിച്ചു ഗൗതം? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നീ വലിയൊരു പോലീസ് ഓഫീസറാണ്. നീ തെറ്റായ വഴി നടക്കില്ല. ന്യായത്തിൻ്റെ ഭാഗത്ത് മാത്രമേ നീ നടക്കാറുള്ളൂ. അതും കൂടി നീ ഒന്ന് ചിന്തിച്ച് നോക്കണം ഗൗതം എന്നിങ്ങനെ ഉപബോധ മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇല്ല, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. എൻ്റെ ശരികൾ എനിക്ക് ആരെയും വെളിപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. എനിക്കറിയാം ഞാൻ ചെയ്യുന്നത് ശരിയാണെന്ന്. എങ്കിൽ നിന്റെ ശരി നിന്നെ നല്ല വഴിക്കിനെ നടത്തട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഉപബോധ മനസ്സ് അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ഗൗതത്തിന് ആകെ ടെൻഷൻ കൂടി വരികയാണ്. ദൈവമേ, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവുമല്ലോ എന്നൊക്കെ ചിന്തിച്ചാണ്. കുറേ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗൗതം ഈ അഭിരാമിയുടെ അടുത്ത് വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. അഭിരാമി കണ്ണു തുറക്കട്ടെ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അഭിരാമി കണ്ണു തുറക്കുകയാണ്. അപ്പോൾ കണ്ണു തുറന്നു. അഭിരാമി നിനക്കിപ്പോൾ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും കുഴപ്പമില്ല, എൻ്റെ സൂരജ് എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സൂരജ് തീർന്നു. അപ്പോൾ അഭിരാമിക്ക് അത് സഹിക്കാൻ പറ്റിയില്ല. അഭിരാമി ഇരുന്ന് ഭയങ്കര കരച്ചിലാണ്. തീർന്നു അല്ലേ? അവനെ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് പറയണം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം നീ ശ്രദ്ധിച്ച് കേൾക്കണം. അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. അപ്പോൾ നിന്റെ കൂട്ടുകാരനെ നീ വിട്ടുകൊടുത്തല്ലേ? നിന്റെ കൂട്ടുകാരൻ ഒരു ആപത്തും പറ്റാതെ സൂക്ഷിച്ചുള്ളതെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്? എന്നിട്ട് അവൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലേ? അതൊക്കെ ജോലിയുടെ ഭാഗമാണ്. നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കണ്ടേ? നിന്റെ കൂട്ടുകാരൻ തന്ന ജീവനാണ് ഇപ്പോൾ നിനക്ക് വീണ്ടും ഉള്ളത് എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ പഴയ കാര്യങ്ങളെല്ലാം ആലോചിക്കുകയാണ്. ഇവരിങ്ങനെ കുട്ടിക്കാലമായിരുന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ ഗൗതവും അർജുനും അതേപോലെ തന്നെ സൂരജും എല്ലാവരും കൂടി നീന്താനായിട്ട് പോയി. അപ്പോൾ അഭിരാമി പറയുകയാണ് വേണ്ട, നീന്തണ്ട, അവിടെ ഭയങ്കര ആഴമുള്ളതാണെന്ന്. പക്ഷേ അതൊന്നും ഇവർ കേൾക്കാതെ ഇവർ നീന്താനായിട്ട് പോയി. അപ്പോൾ വെള്ളത്തിലേക്ക് എടുത്ത് ചാടുകയാണ്. അപ്പോൾ വെള്ളത്തിലേക്ക് ചാടിക്കഴിഞ്ഞപ്പോഴേക്കും അതായത് നമ്മുടെ അർജുനനും അതേപോലെ തന്നെ സൂരജും കൂടി കരയിലേക്ക് കയറി വന്നു. അപ്പോൾ അഭിരാമി ചോദിക്കണം എവിടെ ഗൗതം എവിടെ? അയ്യോ ഗൗതം എവിടെ? അപ്പോൾ നാട്ടുകാരെല്ലാം വിളിച്ചു കൂട്ടുകയാണ്. അയ്യോ ഗൗതമിനെ കാണാനില്ലേ, ഓടിവായോ, നാട്ടുകാരെ ഓടിവായോ എന്നൊക്കെ പറയാണ്. അങ്ങനെ അർജുനും അതേപോലെ തന്നെ സൂരജും കൂടി വീണ്ടും വെള്ളത്തിലേക്ക് എടുത്ത് ചാടി ഗൗതത്തെ തപ്പുകയാണ്. അങ്ങനെ നമ്മുടെ സൂരജിന് ഗൗതത്തെ കിട്ടുകയാണ്. ഗൗതത്തിനെ പതിയെ വലിച്ചഴച്ചുകൊണ്ട് നേരെ കരയ്ക്കെത്തിച്ചിട്ട് അവനെ ജീവശ്വാസം കൊടുക്കുകയാണ്. അങ്ങനെയുള്ള കഥകൾ അഭിരാമി വീണ്ടും ഗൗതത്തോട് പറയുകയാണ്. ഞാൻ ആ കഥകളൊന്നും മറന്നിട്ടില്ല. അതെ, എൻ്റെ സൂരജ് തന്ന ജീവനാണ് ഇപ്പോൾ നിനക്ക് വീണ്ടും ഉള്ളത്. അത് നീ ആലോചിക്കണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗൗതം ആണെങ്കിൽ എൻ്റെ കളിക്കൂട്ടുകാരൻ സൂരജ് എപ്പോഴേ മരിച്ചു പോയി കഴിഞ്ഞു അഭിരാമി. ഇപ്പോൾ അവൻ തീവ്രവാദിയാണ്. ദയവ് ചെയ്ത് തീവ്രവാദി എന്നുള്ളൊരു വാക്ക് പറയരുത്. ഞങ്ങൾ പോരാളികളാണ്, അല്ല തീവ്രവാദികളല്ല. ഇവിടുത്തെ ആൾക്കാരെല്ലാം ഭയങ്കര നല്ലവരാണല്ലോ. അങ്ങനെ സമൂഹത്തിലുള്ള ആൾക്കാർ നല്ലവരായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞങ്ങൾക്ക് ഇങ്ങനെ ആകേണ്ടി വരില്ലായിരുന്നു ഗൗതം. അത് നീ എന്താ ചിന്തിക്കാത്തത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാനൊരു കാര്യം പറഞ്ഞേക്കാം അഭിരാമി, സംഭവിച്ചതെല്ലാം സംഭവിച്ചു. പിന്നെ നീ ഒരിക്കലും അഖിലയാണെന്ന് ഇവിടെ അറിയാനായിട്ട് പാടില്ല. അങ്ങനെ അഖിലയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെയും പോലീസ് പിടിച്ചുകൊണ്ടുപോകും. നീ സൂരജിൻ്റെ ഭാര്യ ആണെങ്കിൽ നിന്റെ വയറ്റിൽ കിടക്കുന്നത് സൂരജിൻ്റെ കുഞ്ഞാണെങ്കിൽ നീ ആരോടും ഒരു സത്യവും പറയാനായിട്ട് പാടില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാലോ. നിനക്ക് നിന്റെ കുഞ്ഞിനെ വേണോ? നിന്റെ കുഞ്ഞിനെ വളർത്തണോ? അത് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ ഇതൊന്നും ആലോചിച്ച് നോക്കി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അഭിരാമി പറയുകയാണ് വളർത്തണം, എനിക്ക് എൻ്റെ കുഞ്ഞിനെ വേണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതെ, അത് തന്നെയാണ് ഞാനും പറയുന്നത്. നിന്റെ കുഞ്ഞിനെ വേണമെങ്കിൽ നീ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം. ഒരു പക്ഷേ സൂരജ് ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഈ സൂരജ് തന്നെയാണ് ആദിത്യൻ എന്ന് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവനെ ഉപദേശിച്ചാനായിരുന്നു.
അവനെ ഈ ഒരു രീതിക്ക് ഞാൻ വിടില്ലായിരുന്നു. പക്ഷേ സംഭവിച്ചു, എല്ലാം സംഭവിച്ചു പോയി. ദേ ഞാൻ ഈ പറഞ്ഞ കണ്ടീഷനെല്ലാം നീ എടുക്കാൻ തയ്യാറാണെങ്കിൽ എപ്പോഴും നിൻ്റെ കൂടെ ഞാൻ കൂട്ടുണ്ടാവും. നിന്നെ ഞാൻ രക്ഷിക്കും, നിന്നെ എല്ലാ ആപത്തുകളിൽ നിന്ന് ഞാൻ രക്ഷിക്കും, നിൻ്റെ കുഞ്ഞിനെയും ഞാൻ രക്ഷിക്കും. അത് ഞാൻ നിനക്ക് വാക്ക് തരികയാണ്. പക്ഷേ ആരും അറിയാൻ പാടില്ല നീ ആരാണ് എന്താണെന്നൊക്കെ. ഇപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അഭിരാമി തലയെ കാട്ടുകയാണ്. ശരി, ഞാൻ സമ്മതിച്ചു എന്നുള്ളൊരു തലയാട്ടുകയാണ്. ശരി, എങ്കിൽ പിന്നെ റെസ്റ്റ് എടുത്തോ. എനിക്ക് ഓഫീസ് പരമായിട്ടും പേഴ്സണൽ പരമായിട്ടും ചില കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനൊക്കെ ഉണ്ട്. എനിക്ക് പോയേ മതിയാവുള്ളൂ. പിന്നെ മെഡിസിനുകളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്, അതെല്ലാം കൃത്യമായിട്ട് എടുത്ത് കഴിക്കണം. പറഞ്ഞു മനസ്സിലായല്ലോ? മനസ്സിലായി എന്ന് പറയുകയാണ്. എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ, ഞാൻ വരാം. നിൻ്റെ പുതിയ നമ്പർ ഞാൻ ഫോണിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം. പിന്നെ എന്നെയും ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് വിളിച്ചേക്കണം എന്നൊക്കെ എന്നെ പറയുകയാണ്. ശരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗൗതം അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ അഭിരാമിയാണെങ്കിൽ ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് വളരെയേറെ നീറി ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം എല്ലാം അവസാനിച്ചല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി, നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.